അപ്പോൾ രാവിലെ തന്നെ മോനെ വിളിച്ച് എണീപ്പിച്ച് അവനെന്തോ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്ന. അങ്ങനെ പിന്നെ പല്ലെല്ലാം തേപ്പിച്ച് അച്ഛൻ പറഞ്ഞു ഞാൻ അങ്ങ് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടി വിയും കാണിച്ച് ഫുഡ് കൊടുക്കുന്നു. അല്ലാതെ അവൻ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടി. അങ്ങനെ എന്തെല്ലോ പറഞ്ഞ് കഴിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം വാശി പിടിച്ചിങ്ങനെ ഇരിക്കുന്നതാണ് ഈ കാണുന്ന. അച്ഛൻ എടുത്തിട്ടില്ല എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം വിളിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. എന്നെ എടുത്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാമെന്നെല്ലാം പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛനും മോനും കൂടിയിട്ട് പട്ടത്തിൻ്റെ നൂലും അതും ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോന്ന. നൂല് വാങ്ങണം, പിന്നെ ഈർക്കിൽ പറിക്കണം, അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് പോന്ന. അപ്പോൾ ഇവൻ പറഞ്ഞു എന്നെ അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണമെങ്കിൽ അങ്ങ് നടന്നിട്ട് വന്നു. അങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ എന്നോട് പറയുന്നുണ്ട് അമ്മയെ അച്ഛൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചിങ്ങനെ കരയുന്ന. അങ്ങനെ പിന്നെ ഏട്ടൻ ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോൾ ഇവൻ എന്നാ സ്റ്റെപ്പും കീഞ്ഞ് പോയി കരഞ്ഞോണ്ടാ പോകുന്നത്. അച്ഛൻ എന്നെ എടുക്കുന്നതാണ്. ഏട്ടനാണെങ്കിലും മൈൻഡ് ആക്കുന്നില്ല. ഇവൻ എത്രത്തോളം കരയുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവൻ അച്ഛൻ പോയത് ആ സൈഡാണെങ്കിൽ ഇവൻ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് പോകുന്നത് കരഞ്ഞിട്ട്. അങ്ങനെ അച്ഛൻ അവൻ്റെ വാശിക്ക് കീഴടങ്ങി അച്ഛൻ എടുത്തു അവസാനം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പേപ്പറെല്ലാം എടുത്ത് അച്ഛനും മോനും കൂടിയിട്ട് പട്ടാക്കാൻ വേണ്ടിയിട്ടായി നോക്കുന്നത്. അങ്ങനെ ഇവൻ ഓരോന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അച്ഛൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുക. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എനക്കറിയാം നീ പറയുന്നു വേണ്ടാന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കുണ്ട് ആശാന് വാല് വന്നിട്ട് ഞാൻ കുരങ്ങനാന്നെല്ലാം പറഞ്ഞിട്ടായി നടക്കുന്നത്. എന്നോട് പറഞ്ഞ അമ്മയെ നോക്ക് എനിക്ക് വാലുണ്ട് എന്നല്ലോ പറയുന്നത്. എന്നിട്ട് പിന്നെ ഇവൻ പറയുന്നുണ്ട് അച്ഛാ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പറയുന്നുണ്ട്. അങ്ങനെ പട്ടെല്ലാം ആക്കി അച്ഛനും മോനും കൂടിയിട്ട് ഇടയിലേക്ക് കൂടി ഇങ്ങനെ പറത്തുന്ന. എന്നിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വൈകുന്നേരം വയലിൽ പോയിട്ട് പറത്താണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് വയലിലേക്ക് പോകുന്നത്. ഞാനും മോനും ഏട്ടനും കൂടിയിട്ട് വയലിലെ വിശേഷമെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ ഓൾറെഡി. അങ്ങനെ പട്ടം പറത്തുന്ന. ഇവനാണെങ്കിൽ ഒരാൾക്കും തരുന്നില്ലല്ലോ. എനിക്കും തരുന്നില്ല ഏട്ടനും തരുന്നില്ല. ഓൻ ഒറ്റയ്ക്ക് പറത്തണമെന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പട്ടെല്ലാം പറത്തിക്കഴിഞ്ഞ് പട്ട ഇങ്ങനെ പറക്കുമെന്നും പറയുന്നുണ്ട്. അമ്മയെ നോക്കുന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി പിന്നെ ഇവൻ്റെ കീബോർഡ് എടുത്തിട്ട് എന്തെല്ലോ പാട്ടും എല്ലാം പാടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നോക്കിയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ സീ യു.